നമ്മുടെ മനസ്സിൽ നമുക്ക് ആഗ്രഹമുള്ളൊരു ജീവിതം. പക്ഷേ നമ്മൾ ഇന്ന് ജീവിക്കുന്ന നമ്മുടെ ജീവിതം, നമ്മുടെ മനസ്സിൽ നമുക്ക് ആഗ്രഹമുള്ള നമ്മുടെ പേഴ്സണാലിറ്റി. പക്ഷേ ഇന്ന് നമ്മൾ എവിടെ നിൽക്കുന്നു? ഒരു ക്രൈസിസാണ് നമ്മളെല്ലാവരെയും ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നത്. നമുക്ക് തോന്നും നമുക്ക് കിട്ടിയിട്ടുള്ള അവസരങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി നമ്മൾ ഒരിടത്തും എത്തിയിട്ടില്ല എന്നൊക്കെ. നമുക്ക് ആഗ്രഹമുണ്ട് ലൈഫ് ചേഞ്ച് ചെയ്യണം, ലൈഫ് ബിൽഡ് ചെയ്യണം എന്നൊക്കെ. പക്ഷേ നടക്കുന്നില്ല. നമ്മൾ പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓരോ പ്രാവശ്യവും വീണു പോയിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ആ പഴയ ജീവിതത്തിൽ തിരിച്ചു പോവുകയാണ്. നമ്മൾ ശരിക്കും മടുത്തുപോയ ഒരവസ്ഥ. നമ്മുടെ മനസ്സ് മടുത്തു, നമ്മുടെ ശരീരം മടുത്തു, നമുക്ക് ഒട്ടും എനർജി ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ നമ്മളിത് മനസ്സിലാക്കണം. ഓരോ ദിവസവും പുതിയ അവസരങ്ങളാണ്. ഓരോ നിമിഷവും നഷ്ടപ്പെടുത്തുന്നത് ജീവിതത്തിൽ മുന്നേറാനുള്ള സാധ്യതകളാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ കഥ ഇഷ്ടപ്പെടുന്നില്ലേ? അതങ്ങ് മാറ്റുക. കാരണം ഈ കഥയുടെ പേന നമ്മുടെ കയ്യിലാണ്. ഈ കഥയുടെ എഴുത്തുകാരൻ നമ്മളാണ്. നമ്മൾ ആദ്യം തീരുമാനങ്ങൾ എടുത്തു തുടങ്ങണം. നമ്മൾ നമ്മുടെ കൂടെ തന്നെ അല്പസമയം ചെലവഴിക്കണം. നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. എനിക്ക് ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? എവിടെയാണ് ഞാൻ പിന്നോട്ട് വീണു പോകുന്നത്? ഒരു ശക്തമായ തീരുമാനത്തിൽ നിന്നാണ് എല്ലാ മാറ്റങ്ങളും തുടങ്ങുന്നത്. ഏതെങ്കിലും ഒരു പ്രശസ്തനെ കാണുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. അദ്ദേഹം ജീവിതത്തിലെടുത്ത തീരുമാനങ്ങളാണ് അദ്ദേഹത്തിനെ അവിടെ എത്തിച്ചത്. നമ്മളൊരു ഓട്ടമത്സരം തുടങ്ങുമ്പോൾ തുടക്കത്തിലെ ഒരു കുതിപ്പ് പോലെയാണ് നമ്മുടെ തീരുമാനങ്ങൾ. നമ്മൾ ഇന്നെടുക്കുന്ന ഒരു തീരുമാനം ചിലപ്പോൾ നമ്മുടെ ജീവിതം മുഴുവനായും മാറ്റിയേക്കാം. അതാണ് തീരുമാനങ്ങളുടെ ശക്തി. ഇനി നമ്മൾ ശീലത്തിലേക്ക് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും പിറകോട്ട് വലിക്കുന്ന ഒരു കാര്യമാണ് മോശം ശീലങ്ങൾ. അത് മാറ്റാൻ നോക്കുക. പുതിയൊരു ദിനം സൃഷ്ടിക്കുക. നമ്മളെ പണിതുയർത്തുന്നത് നമ്മുടെ ശീലങ്ങളാണ്. പഴയ ശീലത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഒഴിവാക്കുക. നമ്മുടെ വിൽ പവറിനുള്ള എനർജി കുറവാണ്. ആ എനർജി ഏറ്റവും വേണ്ടിടത്ത് മാത്രം ഇടുക. പഴയ തെറ്റായ ശീലങ്ങളിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ അത് മാറ്റി നിർത്തുക. നമുക്ക് പഴയ ശീലത്തിലേക്ക് പോകേണ്ട, നമ്മൾ പഴയ ശീലത്തിലേക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. പുതിയ നല്ല ശീലങ്ങൾ കൊണ്ടുവരിക. ഇത് നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് ചോദ്യം ചെയ്യുന്നത്. നമ്മുടെ വ്യക്തിത്വത്തിലാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒരു വലിയ കാര്യം ചെയ്യുമ്പോൾ പോലും നമ്മുടെ തലച്ചോറിലേക്ക് നമ്മളൊരു മെസ്സേജ് വിടുകയാണ്. നമ്മൾ കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള ആളാകാൻ പോകുന്നു. നമ്മൾ കുറച്ചുകൂടി അടുക്കും ചിട്ടയുമുള്ള ആളാവാൻ പോകുന്നു, ആഗ്രഹിക്കുന്നു. നമ്മൾ ഒരു അച്ചടക്കത്തിലേക്ക് കയറാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ശീലങ്ങൾ വളരുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മുടെ തലച്ചോറിലേക്ക് മെസ്സേജുകൾ ചെയ്യുന്നുണ്ട്. ഞാൻ എന്താഗ്രഹിക്കുന്നു, ഞാൻ എവിടെ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ. അതുകൊണ്ട് പുതിയ ശീലങ്ങൾ ആരംഭിക്കൂ. ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ടത് ഒരു കാര്യമാണ്. മൊബൈൽ ഫോൺ ഇന്നത്തെ നമ്മുടെ ലോകത്തിലെ വില്ലനാണ്. നമ്മളെ പലതിൽ നിന്നും വ്യതിചലിപ്പിക്കുന്ന വില്ലനാണ്. നമ്മുടെ ഫോക്കസ് എടുത്തു കളയുന്നതിൽ ഏറ്റവും വലിയ റോൾ നമ്മുടെ മൊബൈൽ ഫോണിന് തന്നെയാണ്. നമുക്ക് അലസത തോന്നിയോ, നമുക്ക് ഉറക്കം വരുന്നുണ്ടോ, നമ്മൾ അസ്വസ്ഥരാണോ, എല്ലാത്തിനും ഇത് നമുക്കൊരേ ഒരു ആശ്രയമായി മാറുന്നു. അത് നമ്മുടെ മൊബൈൽ ഫോണാണ്. വെറുതെ മണിക്കൂറുകൾ മൊബൈലിൽ ചെലവഴിക്കുന്നത് നിർത്തുക. ഫോൺ മാറ്റിവെച്ച് നമുക്ക് സ്വയം ജോലി ചെയ്യാനായിട്ട് ഒരിടം കണ്ടെത്തുക. അതിനെ നന്നായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുക. ഒരു പ്രത്യേക ടൈം ടേബിൾ വെച്ച് ആ സമയത്ത് മാത്രം ഉപയോഗിക്കാനായിട്ട് പഠിക്കുക. കാരണം ഇത് ഒരു പുതിയ ഡ്രഗാണ്. അതൊരു ഡ്രഗായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നതിന് മുമ്പ് ഇത് വിഷമമായി തോന്നിയേക്കാം, നിങ്ങളിൽ അസ്വസ്ഥത ഉളവാക്കാം. പക്ഷേ മുന്നോട്ട് പോകണം. കാരണം നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തിറങ്ങാൻ നമ്മൾ മനസ്സ് വെക്കണം. നമ്മൾ അതിൽ നിന്നും പുറത്ത് വന്നേ പറ്റൂ. അതുകൊണ്ട് നിങ്ങളുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കൂ. ഇന്നൊരു തീരുമാനമെടുത്താൽ നമ്മുടെ ജീവിതം മാറും. നല്ലൊരു ജീവിതത്തിനായി, നല്ലൊരു ഭാവിക്കായി, ജീവിതപാതയിൽ ഇനിയുള്ള നന്മകൾക്കായി നല്ല തീരുമാനങ്ങൾ എടുക്കൂ. വിജയം ആശംസിക്കുന്നു.